നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ചായ പലഹാരമായിട്ടുള്ള സുഗിയൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം കൂടിയാണിത്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. ഈ ചെറിയൊരു കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏത് കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അളവെടുക്കാം. അതേ കപ്പ് തന്നെ വെള്ളം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തി ചെയ്യുന്നതാണ് എപ്പോഴും സുഗിയന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ലത്. വേവൊക്കെ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് അപ്പോൾ കിട്ടും. അപ്പോൾ നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്ന ഈ ചെറുപയർ നമുക്കൊരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് നമ്മൾ ചെറുപയർ അളന്നിരിക്കുന്നത് ഏത് കപ്പിലാണോ അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. ഇതിലോട്ടേക്ക് വളരെ കുറച്ച് ഒരു 2-3 പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് ഒരു 2 നമ്മൾ ഇത്രയും മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു 2 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടൊന്ന് തുറന്നാൽ മതി. അപ്പോഴേക്കും കറക്റ്റ് പാകത്തിന് നമുക്കിത് റെഡിയായി കിട്ടും. വെന്ത് കുഴയില്ല, എന്നാൽ ചെറുപയറെല്ലാം നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ പാകം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ചെറുപയറൊന്നും വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ എല്ലാ ചെറുപയറും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ എപ്പോഴും സുഗിയന് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടിയുണ്ട്. നമുക്കിതിനകത്ത് ഒട്ടും വെള്ളം വേണ്ട. അപ്പോൾ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കണ്ടില്ല, ഈ ഒരു അച്ച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാകും. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 2 എണ്ണമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് വെള്ളം മതി, കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഉരുക്കി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ശർക്കരയാണ്, അപ്പോൾ കല്ലും തരികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറവ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചെറു തീയിലിട്ടിട്ട് തേങ്ങ ചെറുതായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് തേങ്ങയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതൊന്ന് പോയി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അല്ലാതെ നമ്മൾ ബ്രൗൺ കളറാകുന്നവരെ ഒന്നും ചെയ്തെടുക്കണ്ട. ഇതിപ്പോൾ റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലോട്ടേക്ക് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ള അരിച്ച് വെച്ച ഒരു പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർക്കാം. കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് നെയ്യും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ അവിടെയൊന്നും ചായക്കടയിൽ ചെയ്യുന്ന സമയത്ത് ഈ നെയ്യും ജീരകപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ കൂടി ഇഷ്ടമാണെങ്കിൽ നെയ്യും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഒട്ടും തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ശർക്കര പാനിയിൽ കിടന്നിട്ട് ചെറുപയറൊക്കെ നല്ലതുപോലെ മിക്സ് ആവണം. തേങ്ങയും ചെറുപയറും മിക്സ് ആവണം. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം, നന്നായിട്ട് വറ്റി കിട്ടണം, ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന പാകം. നമുക്ക് അതായത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമായിരിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പും കുറച്ചധികം ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് അധികം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു കോട്ടിങ് മാത്രമേ വേണ്ടൂ. ഒരു ചെറുപയർ തന്നെയാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ പുറമേയുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള നേരിയ ഒരു കോട്ടിങ് മാത്രമാണ്. അപ്പോൾ ഒരു ദോശ ബാറ്ററിൻ്റെയൊക്കെ ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിന് തയ്യാറാക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് കുഴക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലായിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നല്ല മധുരമുള്ളതല്ലേ. അപ്പോൾ ഒത്തിരി വലിയ സൈസിൽ ചെയ്യാതെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് 12 പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു അളവിൽ 12 സുഗിയൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് ഈ ബാറ്ററിനകത്തിട്ട് ഒന്ന് മുക്കി കൊടുത്തിട്ട് ചെറിയ കോട്ടിങ് മതി. ഇതുപോലെ ബാക്കിയുള്ള ബാറ്ററൊക്കെ സ്പൂൺ വെച്ച് ചെരിച്ചിട്ട് ഒന്ന് കളഞ്ഞെടുത്തിട്ട് അപ്പോൾ എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വലിയ കടായിയൊക്കെ ആണെങ്കിൽ ഒത്തിരി എണ്ണ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പിന്നെ ഉള്ളിൽ ചെറുപയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുള്ളതാണ്.
നമുക്ക് ആകെ ജസ്റ്റ് ആ പുറമേ ഉള്ള ഒരു കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അത് ശരിക്കും നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അത് തയ്യാറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പുറമേ ഉള്ളത് നമ്മൾ ആ ഒരു അരിപ്പൊടി ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചെറുപയറിൻ്റെ ആ ഒരു മിക്സാണ് ഉണ്ടാവുക. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ശരിക്കും. ചെറുപയറൊക്കെ കൊടുക്കാൻ ശരിക്കും നല്ലതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ലൊരു നാടൻ 4 മണി പലഹാരമാണെന്ന് തന്നെ പറയാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.